ഗൈസ്, ഇത് നമ്മുടെ കോഴിക്കോടൻ ഫുഡ് സീരീസ് പാർട്ട് 2 ആണ്. അങ്ങനെ ഉച്ചക്കത്തെ അടിപൊളി പോളിങ്ങിന് ശേഷം വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ പോയേ. നല്ല ചൂട് ചായ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ മഴ പെയ്തതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കാൻ പറ്റിയിട്ടില്ലേ. ഇവിടുത്തെ ഈവനിങ് ചായ സ്പെഷ്യൽ മെനു ഒക്കെ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഇതിനകത്തോട്ട് ഏറിയതും എനിക്ക് ചുറ്റുള്ളതൊന്നും ഓർമ്മയില്ല ഗൈസ്. അത്രയ്ക്കും വെറൈറ്റി ഓഫ് പലഹാരങ്ങളായിരുന്നു കേട്ടോ. മധുരവും എരിവും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ, ഞാൻ ഇതുവരെ കാണാത്ത പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നേ. ഒരു 2 മിനിറ്റ് എല്ലാവരും ഒന്ന് അന്തം വിട്ട് നിന്ന് എന്ത് വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അടുത്ത ലക്ഷ്യം ഈ കാണുന്ന കൂടെ നിറക്കലായിരുന്നു ഗൈസ്. അങ്ങനെ കൂടെ നന്നായി നിറക്കബേക്കൂ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ നിറക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഒരു കൊല്ലത്തത് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൂടെ നിറക്കുന്നത് നിർത്തി ഗൈസ്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമ്മുടെ സ്വന്തം കൂടാതെ നോക്കൂ. ഇനി നമുക്ക് പ്രധാന കർമ്മത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സാധനം ട്രൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതാട്ടോ ട്രൈ ചെയ്തത്. നല്ല ഉണ്ടായിരുന്നേ, നല്ല അടിപൊളി മസാല ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പരിപ്പോട കഴിച്ചു, പിന്നെ ഒരു കഷ്ണം സമൂസയൊക്കെ കഴിച്ചേ. സ്വീറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വീറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ലേ. പിന്നെ നമ്മളെല്ലാവരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂടെയൊരു അവസ്ഥ ഇതായിട്ടു. എനിക്ക് കുറച്ച് സ്നാക്സ് കൂടി ഉണ്ട് തീർക്കാൻ. അങ്ങനെ ഓരോരുത്തരും കൂടി കഷ്ടപ്പെട്ട് അതൊക്കെ തിന്ന് തീർത്തു. അങ്ങനെ കംപ്ലീറ്റ്ലി കാലിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് പോവാം. എന്റെ മോളെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ബൊഡിയായി. നമ്മളെല്ലാം ഒരേപോലത്തെ ഫുഡ് രാത്രി മുതൽ ഗോപു തടിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.